ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഹൗസ് ബോട്ട് യാത്രയുമായിട്ടാണ് വന്നേക്കുന്നത്. ഹൗസ് ബോട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിയെത്തുന്നത് ആലപ്പുഴ അല്ലെങ്കിൽ കുമരകമാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ കൊല്ലത്തും നല്ല രീതിയിൽ ഹൗസ് ബോട്ട് യാത്ര നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹൗസ് ബോട്ട് യാത്രയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. കൊല്ലം അഷ്ടമുടി കായലിലൂടെ അഷ്ടമുടി കായലിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട്, അതുപോലെ JB ഉണ്ടല്ലോ, ഞങ്ങളുടെ കസിൻ JB ആൻഡ് ഫാമിലി, അതുപോലെ മറ്റൊരു കസിൻ അജയ് ആൻഡ് ഫാമിലി. അജയ്യൊക്കെ നിങ്ങൾക്ക് നേരത്തെ പല വീഡിയോകളിലും കണ്ട് പരിചയം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ശിഖയുടെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും ഉണ്ട്, അതായത് JBയുടെ വൈഫ് നിത്യയുടെ അച്ഛനും അമ്മയും. അപ്പൊ ഇത്രയും ആൾക്കാരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര പോകുന്നത്. നമുക്കപ്പോൾ ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വന്നാലോ. കൊല്ലം നഗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഈ ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നിയിൽ ആലപ്പിയിൽ പോകണം, അല്ലെങ്കിൽ കുമരകത്ത് പോകണം. ഇപ്പോൾ കൊല്ലത്ത് ഇത് അവൈലബിൾ ആണ്. നമ്മുടെ അഷ്ടമുടി കായലിന്റെ ഭംഗി കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ബോട്ടിംഗ് നടത്താൻ സാധിക്കും. അപ്പം ഞങ്ങൾ ശരിക്കും ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തേക്കുന്നത് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നേരത്തേക്കാണ്. അഷ്ടമുടി കായലിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കാണിച്ച് അവർ തിരികെ നമുക്ക് കൊണ്ടുവരും. ഫുഡും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ ലേറ്റ് ആണ് കേട്ടോ. ഇത് 11 മണിക്ക് എടുക്കേണ്ട ബോട്ടാണ്. എല്ലാവരും ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ വന്നു പോയി. കുഴപ്പമില്ല, നമുക്ക് ഉള്ള ടൈം നമുക്ക് മാക്സിമം എൻജോയ്മെൻ്റ് ആക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12 മണി ആവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഷ്ടമുടി കായലിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. 16 പേർക്ക് വരെ ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ്, പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 2 ബെഡ്റൂം, പിന്നെ കിച്ചൺ, ഇത്രയും ഫെസിലിറ്റീസാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ കയറിക്കഴിഞ്ഞ ഉടൻ തന്നെ ഇവരൊരു വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് തന്നു. ഒരു ജിഞ്ചർ മിൻറ്റ് ലൈമാണ്, നല്ല ഐസൊക്കെ ഇട്ട് തണുപ്പിച്ച ഒരു ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു ഉച്ച സമയത്ത് നല്ല ഒരു ചില്ലിങ് ആയിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് തന്നപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റിലാവുന്നതേ ഉള്ളൂ. അഷ്ടമുടി കായലിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ 2 ബെഡ്റൂം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. അതുപോലെ ഇവരുടെ കിച്ചൺ അങ്ങോട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ, ബോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാസേജ് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ല. ഇത് ഒരു ബെഡ്റൂമാണ്, ഒരു ഓക്കെ ബെഡ്റൂം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പോഷ് സെറ്റപ്പ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഓക്കെ ആണ്. പിന്നെ ഈ പകൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ കഴിയുന്നതും ആരും ബെഡ്റൂം ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെയും ബാക്ക് സൈഡിലാണ് ഇവരുടെ കിച്ചൺ. കണ്ടോ, ഇവരിങ്ങനെ ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് ഓൾ സീസൺസ് എന്ന് പറയുന്ന ആ ഒരു റിസോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ തേവള്ളിയിലെ പ്രസിദ്ധമായിട്ടുള്ള തേവള്ളി പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 റിസോർട്ട്സ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട ഓൾ സീസൺസും, 2ാമതായിട്ട് ഈ കാണുന്ന റാവിസ് ഹോട്ടൽ. ഇത് ലീല ഗ്രൂപ്പിൻ്റെയാണ്. ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അതൊന്ന് കണ്ടേക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ ഈ തേവള്ളി ഭാഗത്തൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്യു കാണാം. വിളക്കമ്മ എന്നാണ് ഈ സ്റ്റാച്യു അറിയപ്പെടുന്നത്. ഇങ്ങനെ വിളക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു സ്റ്റാച്യു ആണ്. ശരിക്കും പറഞ്ഞാൽ വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായലാണ് കേട്ടോ ഈ അഷ്ടമുടി കായൽ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ കൂടെയാണ്. ഇതിൻ്റെ ഏറ്റവും ആഴമേറിയ സ്ഥലത്ത് ഏകദേശം 21 അടി താഴ്ചയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചാണ് പുള്ളി ഇങ്ങനെ ബോട്ട് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് കപ്പയും മുളകിട്ട മീൻകറിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല വിശന്നിരിക്കുന്നത് കാരണം കപ്പയും മീൻകറിയും അതൊരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പിന്നെ ആരും ഒന്നും വെയിറ്റ് ചെയ്തില്ല. എല്ലാ ആൾക്കാരും നേരെ കപ്പയും അതുപോലെ ആ മീൻകറിയും കൂട്ടി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും കേട്ടോ. തനി നാടൻ മീൻകറി, നല്ല മുളകരച്ച മീൻകറിയാണ്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിൽ തന്നെയാണ് ചേട്ടൻ ചെയ്തേക്കുന്നത്. ഫിഷിംഗ് ബോട്ടുകളൊക്കെ പോകുന്ന കണ്ടോ. കുറേ ഫിഷിംഗ് ബോട്ടുകൾ അവിടെ സൈഡിൽ ഇങ്ങനെ ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട്. കുറേ ബോട്ടുകൾ ഇങ്ങനെ പോകുന്ന കാണാം. ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ ഫിഷിംഗ് ബോട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ അഷ്ടമുടി കായലുണ്ടല്ലോ, ഏറ്റവും നല്ല മീൻ കിട്ടുന്ന, ഏറ്റവും നല്ല കായൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്.
സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ബോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. ഇതിങ്ങനെ ഈ അഷ്ടമുടി കായലിൽ കൂടെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് അഷ്ടമുടി കായൽ വഴി പല സ്ഥലങ്ങളിലോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആലപ്പി വരെയും ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കുറേ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്കും കൂടെയാണ്. അപ്പം നല്ല അടിപൊളി മീനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ കായലിൽ നിന്ന് കിട്ടുന്നത്. ഈ ഫിഷിംഗ് ബോട്ടൊക്കെ കാണുമ്പോഴേ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് നമ്മുടെ അന്തരിച്ചു പോയ മലയാളത്തിന്റെ മഹാനടൻ ജയൻ ഉണ്ടല്ലോ, അദ്ദേഹം അവസാനമായി അഭിനയിച്ച കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിലെ പല പ്രസക്ത ഭാഗങ്ങളും ഈ ഏരിയയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അഷ്ടമുടി കായലിൽ കൂടെ പോകുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ കുറേ പാലങ്ങൾ കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബൈപ്പാസ് റോഡിലുള്ള പാലമാണ്. ഇത് കൂടാതെ നമുക്ക് തേവള്ളി, പെരുമൺ, നീണ്ടകര, കാവനാട് അങ്ങനെ കുറേ പാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചീനവല വെച്ചേക്കുന്നത് കണ്ടോ. പണ്ട് കൊച്ചിയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അഷ്ടമുടി കായലിന്റെ സൈഡിലുമൊക്കെ നിറയെ ചീനവല വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിന്റെ ടൂറിസത്തിൽ ഭയങ്കരമായ മാറ്റം വരുത്തിയേക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. കോവിഡിന് ശേഷം ഇവിടെ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. കണ്ടോ എന്തോരം ടൂറിസ്റ്റുകളാണ് പോകുന്നതെന്ന് കണ്ടോ. ഈ അഷ്ടമുടി കായലിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല ഐലൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡുകളിൽ ഒന്നാണ് ഈ സാമ്പ്രാണിക്കൊടി. പിന്നെ അതുപോലെ മൺട്രോ ഐലൻഡ് ഉണ്ട്, ചവറയുണ്ട്, പ്രാക്കുളം, അതുപോലെ തെക്കും ഭാഗം. ഇങ്ങനെ കുറേ ഐലൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അഷ്ടമുടിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക്. ഹൗസ് ബോട്ടിന്റെ ബാക്ക് സൈഡിലോട്ട് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. കണ്ടോ ഇവിടെ കുറേ പക്ഷികൾ, പരുന്ത്, അതുപോലെ കൊക്ക് എല്ലാം ഇങ്ങനെ മീനിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ബോട്ടിന്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഭയങ്കര ഉന്നമാണ്. അതേ കണ്ടോ, അത് കൊത്തിയെടുത്തോണ്ട് പോകുന്നത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് 57 ഇനം പക്ഷികളെ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 6 എണ്ണം ദേശാടന കിളികളുമാണ്. അപ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാനും ഇത് ഈ മീനിനെ പിടിക്കുന്നതും ഒക്കെ കാണാനായിട്ട്. ഈ ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഇതുപോലെ ഒരു നല്ലൊരു ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് യാത്ര ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പം 3 കസിൻസ് ഉണ്ട്, അതുപോലെ ഒരു കസിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ്. അത് കൂടാതെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഈ കായൽ സൈഡിൽ നിന്നും നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റടിച്ചിട്ട് ഞങ്ങളുടെ പെറ്റ് ലൂഫി അവൻ ബോട്ടിൽ കയറിയപ്പോൾ മുതൽ കിടന്നുറങ്ങുകയാണ്. ഇവിടെ ഈ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ടെങ്കിലും അത് കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ ഹൗസ് ബോട്ട്സുകൾ ഇപ്പം ആലപ്പുഴയിൽ കാണുന്ന പോലെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അത് പ്രീമിയം ടൈപ്പ് ഉണ്ട്, നോർമൽ ടൈപ്പ് ഉണ്ട്. ഇപ്പം ഈ പോകുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ ഡബിൾ ഡെക്കറാണ്. കുറേ ആൾക്കാരെ ഒരേപോലെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബോട്ടുകളാണ്. അപ്പം അങ്ങനെ പല ടൈപ്പിലുള്ള ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടനാടൻ സൈഡിൽ നമ്മൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തെങ്ങിൻ തോപ്പ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയല്ലേ. പക്ഷേ ഈ അഷ്ടമുടി കായലിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ മൺട്രോ ഐലൻഡ് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കണ്ടൽക്കാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 40-43 ഇനം മാൻഗ്രൂവ്സ് ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര ഗ്രീനറിയാണ്, വളരെ തിക്കായിട്ടാണ് അത് നിൽക്കുന്നത് തന്നെ. കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ബോട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ മാൻഗ്രൂവ്സിൻ്റെ ഉള്ളിലോട്ടുള്ള ചെറിയ വഴിയിൽ കൂടെയൊക്കെ നമുക്ക് കയറി പോകാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെറിയ ബോട്ടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ മൺട്രോ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചെറിയ വള്ളങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ മാൻഗ്രൂവ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇതേ കണ്ടോ, ഇത്രയും നേരം നമ്മൾ കണ്ടൽക്കാടുകളാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്ന കംപ്ലീറ്റ് തെങ്ങിൻ തോപ്പുകളാണ്. ഈ അഷ്ടമുടി കായലിൽ കൂടെ നമ്മളിങ്ങനെ ബോട്ടിംഗ് നടത്തുമ്പോഴേ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം നമ്മളിങ്ങനെ മാൻഗ്രൂവ്സ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരം ഇതുപോലെ പാം ഗ്രൂവ്സ്, കോക്കനട്ട് ഗ്രൂവ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറാൻ കാരണവും ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഏരിയ എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ മൺട്രോ ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒക്കെ ഇപ്പം നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് അതുപോലെ റിസോർട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒരു ദിവസം വന്ന് താമസിക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഏരിയ മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ചെറിയ വള്ളത്തിലൊക്കെ പോകാനായിട്ട് സാധിക്കും. ഞാൻ ഏതാണെങ്കിലും അധികം താമസിയാതെ തന്നെ ഒരു മൺട്രോ ഐലൻഡിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സമയം ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലഞ്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ കപ്പയും മീൻകറിയൊക്കെ വയറ് നിറച്ച് കഴിച്ചതുകൊണ്ടാണ് കുറച്ച് ഡിലേഡ് ആയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വെച്ചത്. നമ്മൾ 1 മണിക്കൂർ വൈകിയാണ് ബോട്ടിങ്ങിന് കയറിയത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലഞ്ച് ടൈമിന് ബോട്ട് എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്തിട്ടാണ് ലഞ്ച് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പക്ഷേ ബോട്ട് സ്റ്റോപ്പ് ആവില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതേ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മീൽസിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള കരിമീൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലുള്ള കരിമീൻ ഭയങ്കര ഫ്രഷും ഭയങ്കര ടേസ്റ്റുമാണ്. ലഞ്ച് ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ബീൻസ് മെഴുക്കുവരട്ടിയാണ്, പിന്നെ ഇത് ക്യാബേജ് തോരൻ, ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ അങ്ങനെ 3 പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. അത് കൂടാതെ ഒഴിക്കാനായിട്ട് 2 കറികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയുണ്ട്, അതൊരു വെജിറ്റബിൾ സാലഡ്, അത് കൂടാതെ നമ്മളുടെ കരിമീൻ ഫ്രൈ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നിവർ നമുക്ക് ഈ ബോട്ടിൽ ലഞ്ച് തരുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് കഴിക്കാം. അജയ്യുടെ ഒരു ഫുൾ കരിമീൻ വിഴുങ്ങാൻ തയ്യാറെടുക്കുകയാണ്, കണ്ടില്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മീൽസ് തന്നെയാണ് കേട്ടോ. എല്ലാ കറികൾക്കും നല്ല ഒരു നാടൻ ടച്ചുണ്ട്. പിന്നെ അത്യാവശ്യം എരിവുള്ള കറികളാണ്. കരിമീൻ ഫ്രൈ നല്ല സൂപ്പറായിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ വന്നപ്പോഴേ ഇവിടെ ഇപ്പോഴും ഈ കൊക്കും മറ്റ് പക്ഷികളും എല്ലാം ഈ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അതിങ്ങനെ മീനിനെ കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ചേട്ടന്മാർ വലയെറിയുന്നത് കണ്ടോ. ഇതുപോലെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു പള്ളിയാണ് കണ്ടോ. ഇങ്ങനെ കുറേ പക്ഷികളെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഒരുപാടെണ്ണത്തിനൊന്നും എനിക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നല്ല സേമിയ പായസം കിട്ടി എന്താണെങ്കിലും മീൽസൊക്കെ കഴിച്ചതിന് ശേഷമേ. അപ്പം നമ്മൾ വീണ്ടും സാമ്പ്രാണിക്കൊടി ആ ഒരു ഏരിയയിലോട്ട് വന്നു. അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായി കഴിഞ്ഞു. നല്ല രീതിയിലാണ് കേട്ടോ ഇവർ ഈ ഒരു ടൂറിസം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് മറ്റേ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് വരുന്നത്. ഈ കിടക്കുന്ന ഒരു ബോട്ട് കണ്ടോ, ഇത് സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടാണ്. അത് കംപ്ലീറ്റ് അഷ്ടമുടി നമ്മളെ ഒരു ദിവസം കൊണ്ടുപോയി കറക്കി കാണിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ളൊരു ബോട്ടാണത്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഹൗസ് ബോട്ടുകളും മറ്റ് ബോട്ടുകളും എല്ലാം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ അഷ്ടമുടി കായലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാമ്പ്രാണിക്കൊടിയിലെ തിരക്ക് കണ്ടോ. ഇതിപ്പം ഓണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ റഷ് ഫീൽ ചെയ്യുന്നുണ്ട്. തിരികെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മീൽസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കൂടുതൽ കാഴ്ചകൾ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ 2 ടീമായിട്ട് മാറിയിരുന്നിട്ട് കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ചു. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ഭയങ്കരമായ കളിയായിരുന്നു ഇവിടെ കുറേ നേരം. അപ്പം അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരമായി, ഞങ്ങൾ തിരിച്ചിങ്ങ് എത്താറാകുന്നു. അപ്പം നീണ്ടകര സൈഡിലൊക്കെ ഇങ്ങനെ ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നത് കണ്ടോ. ശരിക്കും അഷ്ടമുടിയിൽ കൂടെയുള്ള ഈ ഒരു യാത്രയുണ്ടല്ലോ ശരിക്കും വർത്താണ്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ തന്നെ ഈ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇതുപോലെയുള്ള ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനിക്കാറായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ലൂഫി അങ്ങനെ അവസാനം ഉറക്കമെണീറ്റിരിക്കുന്നത് കണ്ടോ. അവനൊന്നും മനസ്സിലായിട്ടില്ല. ഇത്രയും നേരം നല്ല കാറ്റൊക്കെ അടിച്ച് സുഖകരമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ചൂട് പഴംപൊരി, അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ചൂട് കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ കസിൻസും ഒത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഈ ഒരു ബോട്ട് യാത്ര, ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, അതുകൂടാതെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഹൗസ് ബോട്ടിലൊരു യാത്ര ഗ്രൂപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ട്സ് അവൈലബിൾ ആണ്. ഈ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ ഇട്ടേക്കാം. പിന്നെ റേറ്റ്സ് സീസൺ അനുസരിച്ച് മാറുന്നത് കൊണ്ടാണ് ഞാൻ റേറ്റ് ഇപ്പോൾ പറയാത്തത്. 8 മുടികൾ അല്ലെങ്കിൽ 8 ശാഖകളുള്ള അഷ്ടമുടി കായലിലൂടെയുള്ള ഒരു അടിപൊളി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബോട്ടിങ്ങിന് ഇവിടെ കടവിലോട്ട് അടുപ്പിക്കുകയാണ്. ഞങ്ങൾ പോയ ബോട്ടിൻ്റെ പേര് കണ്ടോ, സദേൺ ബാക്ക് വാട്ടേഴ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോട്ടായിരുന്നു. പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന സ്റ്റാഫ് 3 പേരുണ്ടായിരുന്നു. ഒരു 3 പേരും നല്ല ഡീലിങ്സ് ആയിരുന്നു കേട്ടോ. അതുപോലെ അവരുണ്ടാക്കി തന്ന ഫുഡും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഏകദേശം 5 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു ഹൗസ് ബോട്ട് യാത്ര കഴിഞ്ഞതിന് ശേഷം ലൂഫിയും ഞങ്ങൾ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീടുകളിലോട്ട് അങ്ങനെ മടങ്ങുകയാണ്. അപ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ അഷ്ടമുടി കായലിന്റെ ഭംഗിയൊക്കെ കണ്ട് നല്ല ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചെത്തിയേക്കുന്നത്.
ഈ ബോട്ടിങ്ങിന്റെ ടൈമിംഗ് ശരിക്കും പറഞ്ഞാൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഞങ്ങൾ പക്ഷെ കയറിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി, ഏകദേശം 12 മണി അടുപ്പിച്ചാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ എന്നാലും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നല്ലൊരു ഗ്രൂപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പിന്നെ അഷ്ടമുടി കായലിന്റെ ഭംഗി അത് വേമ്പനാട്ട് കായലിലൂടെ പോകുന്നത് പോലെ തന്നെയാണ്. അഷ്ടമുടി കായലിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ ഏതായാലും ഈ യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരണം. ഞങ്ങളുടെ ചാനലായ ഡൊമിനിയോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഡൊമിനിയോ ദീപക്സ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.